അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് ആണ്. ഒന്നാമത്തേതാണ് ഗ്ലോബൽ കോർഡിനേറ്റ്സ്, രണ്ടാമത്തേത് ലോക്കൽ കോർഡിനേറ്റ്സ്. അപ്പോൾ ഈ ഒരു വ്യൂ പോർട്ടിൽ നമുക്ക് ഈ ആക്സിസ് കാണാം. ഇതാണ് നമ്മുടെ പ്ലസ് വൈ ആക്സിസ്, ഇത് മൈനസ് വൈ ആക്സിസ്, പ്ലസ് എക്സ് ആക്സിസ്, മൈനസ് എക്സ് ആക്സിസ്, പിന്നെ നമ്മുടെ പ്ലസ് സി ആക്സിസും മൈനസ് സി ആക്സിസും. ഇതാണ് നമ്മുടെ ഗ്ലോബൽ കോർഡിനേറ്റ്സ്. ഇനി ഈ ക്യൂബിനൊന്ന് സെലക്ട് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ് ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്താൽ ഈ ഒരു ക്യൂബിൻ്റെ ഈ ഒരു 3 ആക്സിസ് നമ്മുടെ ഈ ഗ്ലോബൽ കോർഡിനേറ്റ്സുമായി എപ്പോഴും പാരലലായിരിക്കും, ലോക്ക്ഡ് ആയിരിക്കും. ഇനി നമ്മൾ ഈ ക്യൂബിനെ സെലക്ട് ചെയ്ത് ഇത് ലോക്കൽ കോർഡിനേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം എക്സ് ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്താൽ ആ ക്യൂബിനോടൊപ്പം തന്നെ ആ ആക്സിസും റൊട്ടേറ്റ് ആവുന്നത് കാണാം. നമുക്ക് റൈറ്റ് വ്യൂവിൽ പോയാൽ നമുക്ക് കാണാം, ഇത് ഈ ഒരു ആക്സിസ് ക്യൂബിനോടൊപ്പം തന്നെ റൊട്ടേറ്റ് ആവുന്നത് കാണാം. പക്ഷേ ഇത് ഗ്ലോബലിൽ പോയാൽ നമ്മൾ പറഞ്ഞ പോലെ ഗ്ലോബൽ കോർഡിനേറ്റുമായി അത് എപ്പോഴും ലോക്ക്ഡ് ആയിരിക്കും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിഗ്രി ഡയറക്ഷനിൽ നമുക്ക് ഈ ക്യൂബിനെ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യാം. അപ്പോൾ ഗ്ലോബലിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ആക്സിസ് ലോക്ക്ഡ് ആയിരിക്കും, നമുക്ക് ഗ്ലോബൽ കോർഡിനേറ്റ്സിലെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ലോക്കൽ കോർഡിനേറ്റ്സ് സെലക്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്യൂബിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ലോക്കൽ കോർഡിനേറ്റ്സ് ആയ ഈ 3 ആക്സിസിൽ നമുക്ക് ഒരു പ്രത്യേക ഡയറക്ഷനിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ലോക്കൽ കോർഡിനേറ്റ് ആയുള്ള ഒരു ഗുണം. അപ്പോൾ നിങ്ങളുടെ വർക്ക് ഫ്ലോ ഈസിയാക്കാൻ വേണ്ടി ഈ 2 ടൂൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ വേറെയും ചില കോർഡിനേറ്റ്സ് നിങ്ങൾക്ക് കാണാം, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്.